ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ട്രിഗണോമെട്രി ആണ്. അത് നമുക്ക് ട്രിഗണോമെട്രി എന്ന് പഠിക്കാം. എന്താണ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ നമുക്കിത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമോ? എന്താണ് ട്രിഗണോ പ്ലസ് മെട്രി, ഇങ്ങനെ നമുക്ക് എഴുതാം. ട്രിഗണോ എന്ന് പറഞ്ഞ മീനിങ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ എന്നാണ്. മെട്രി എന്ന് പറഞ്ഞാൽ മെഷർ. അതായത് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ മെഷർ. അത് നമുക്ക് ട്രയാങ്കിൾ നോക്കാം. വാട്ട് ഈസ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ ട്രൈ പ്ലസ് ആംഗിൾ. ട്രൈ എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. 3 ആംഗിൾ. അതായത് എനി പോളിഗൺ ഹാസ് 3 ആംഗിൾ. 3 ആംഗിളുള്ളൊരു പോളിഗണാണ് എന്ത്? ട്രയാങ്കിൾ. ഇതൊരാംഗിൾ, ഇതൊരാംഗിൾ, ഇതൊരാംഗിൾ ആണോ? അതായത് നമുക്ക് പറയാം 3 ആംഗിൾഡ് പോളിഗൺ. അതാണ് എന്ത്? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ് ആംഗിൾ എന്ന് നോക്കണം. വാട്ട് ഈസ് ആംഗിൾ? ആംഗിൾ എന്താണെന്ന് പഠിക്കണം. ആംഗിൾ എന്ന് പറഞ്ഞാൽ the measure of rotation of a line about a fixed point. The measure of rotation of a line about a fixed point. എൻ്റെ ലൈൻ ഇതാണ്. ഇതിൻ്റെ ഒരു പോയിൻ്റ് ഞാൻ വന്നിട്ട് ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു ഇത് ഈ ഫിക്സഡ് പോയിൻ്റ് വെച്ച് ഇതിനെ എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്തു. അതാണ് ആംഗിൾ. ഒരു ലൈൻ ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്ത് വെച്ചു. ആ ഫിക്സ് ചെയ്ത പോയിന്റ് വെച്ച് എന്ത് ചെയ്തു? ഇതിനെ റൊട്ടേറ്റ് ചെയ്തു. ദ മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ലൈൻ എബൌട്ട് എ ഫിക്സഡ് പോയിന്റ്. അതിനാണ് എന്തെന്ന് പറയുന്നത്? ആംഗിൾ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് പാർട്സ് ഓഫ് ആംഗിൾ. പാർട്സ് ഓഫ് ആംഗിൾ. ഒരു ആംഗിൾ എന്തൊക്കെയുണ്ട്? ഇത് നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത ലൈനാണ്. അപ്പോൾ നമുക്കിതിനെ എന്തെന്ന് പറയാം? ഇനിഷ്യൽ സൈഡ് എന്ന് പറയാം. ഫസ്റ്റ് വൺ ഇനിഷ്യൽ സൈഡ്. ഈ പോയിന്റിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച പോയിന്റ് നമുക്ക് എന്തെന്ന് പറയാം? വെർട്ടെക്സ് എന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ വെർട്ടെക്സ് ആണോ? ഈ ഫിക്സ് ചെയ്ത പോയിന്റ് ഞാൻ എന്ത് ചെയ്തു? ലൈനിനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ലൈൻ ഇവിടെ വന്ന് എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. അതുകൊണ്ട് ഈ സൈഡിനെ നമുക്ക് എന്തെന്ന് പറയാം? ടെർമിനൽ സൈഡ്. അതായത് ഒരു ആംഗിളിന് എന്തുണ്ട്? ഇനിഷ്യൽ സൈഡ് ഉണ്ട്, ഒരു വെർട്ടെക്സ് ഉണ്ട്, മൂന്നാമത്തത് ടെർമിനൽ സൈഡ്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ആംഗിൾസ് 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആംഗിൾ. സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആംഗിൾ. അതായത് ഞാനിവിടെ വീണ്ടും പഴയതുപോലെ വയ്ക്കുകയാണ്. ഒരു ലൈൻ വച്ചു, ഒരു പോയിൻ്റ് ഫിക്സ് ചെയ്തു, ഒരു സ്ഥലത്തേക്ക് റൊട്ടേറ്റ് ചെയ്തു. ഇവിടെയും അതേ സെയിം ലൈൻ വച്ചു, അടുത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് റൊട്ടേറ്റ് ചെയ്തു. ആദ്യം റൊട്ടേറ്റ് ചെയ്തത് ഒരു ഡയറക്ഷൻ, അടുത്ത് റൊട്ടേറ്റ് ചെയ്തത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് എൻ്റെ ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നത് പേരാണ് പോസിറ്റീവ് ആംഗിൾ. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്, കണ്ടോ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഇനിഷ്യൽ സൈഡ്, ഇതാണ് ഇതിൻ്റെ ടെർമിനൽ സൈഡ്, വെർട്ടെക്സ്. ഇനിഷ്യൽ സൈഡിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തു. അതിന് പറയുന്ന പേരാണ് നെഗറ്റീവ് ആംഗിൾ. അതായത് ലൈൻ റൊട്ടേറ്റ് ചെയ്തത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതിന് പറയുന്ന പേരാണ് എന്ത്?
പോസിറ്റീവ് ആംഗിൾ. ഈ ലൈൻ റൊട്ടേറ്റ് ചെയ്തത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതിന് പറഞ്ഞ പേരാണ് എന്ത് ആംഗിൾ? നെഗറ്റീവ് ആംഗിൾ. അടുത്ത നമുക്ക് നോക്കേണ്ടത് മെഷർ ഓഫ് ആംഗിൾ. മെഷർ ഓഫ് ആംഗിളാണ് നോക്കേണ്ടത്. മെഷർ ഓഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ പെർഫോം ടു ഗെറ്റ് ടെർമിനൽ സൈഡ് ഫ്രം ഇനിഷ്യൽ സൈഡ്. അതായത് ഇനിഷ്യൽ സൈഡിൽ നിന്ന് എത്ര എമൗണ്ട് ഓഫ് റൊട്ടേഷൻ ടെർമിനൽ സൈഡ് എത്താൻ വേണം, അതിനാണ് എന്തെന്ന് പറയുന്നത്? മെഷർ ഓഫ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഫിക്സ് ചെയ്തു, ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. ആദ്യത്തിനേക്കാളും കൂടുതൽ റൊട്ടേഷൻ ഉണ്ട്, ഇവിടെ അതിനേക്കാളും കൂടുതലുണ്ട്. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? മെഷർ ഓഫ് ആംഗിൾ എന്ന് പറയുന്നത്. ഞാൻ ഈ ആംഗിളിന് പേര് കൊടുക്കുന്നു ആംഗിൾ എ, ഇനിഷ്യൽ സൈഡ്, ടെർമിനൽ സൈഡ്, വെർട്ടെക്സ്. ഈ ആംഗിളിന് പേര് കൊടുത്തു ആംഗിൾ ബി, ഇനിഷ്യൽ, ടെർമിനൽ. ഇതടുത്ത ആംഗിൾ സി. ഹിയർ നോക്കിയേ, ഇവിടെ ആംഗിൾ ബിയിൽ നമ്മുടെ റൊട്ടേഷൻ കൂടുതലാണ് ആംഗിൾ എനേക്കാളും. ആണോ നോക്കിയേ, ഇവിടെ നിന്ന് കൂടുതൽ റൊട്ടേഷൻ ഉണ്ട്. ആംഗിൾ സീന് അതിനേക്കാളും കൂടുതലാണ്. അതായത് ആംഗിൾ എ ലെസ് ദാൻ എന്തായിരിക്കും? ആംഗിൾ ബി ആയിരിക്കും. ആംഗിൾ ബിനേക്കാൾ ആംഗിൾ എന്തായിരിക്കും? കുറവായിരിക്കും. വിച്ച് ഈസ് ലെസ് ദാൻ ആംഗിൾ സി ആയിരിക്കും. ആംഗിൾ സീനേക്കാളും ഇത് കുറവായിരിക്കും. അതായത് കൂടുതൽ റൊട്ടേഷൻ വരുന്നത് എവിടെയാണ്? ആംഗിൾ സിയിലാണ്. അതിനേക്കാളും കുറവാണ് എവിടെ വരുന്നത്? ആംഗിൾ ബിയിൽ വരുന്നത്. അതിനേക്കാളും കുറവാണ് എവിടെ വരുന്നത്? ആംഗിൾ എയിൽ വരുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്ത് നമുക്ക് നോക്കേണ്ടത് നമുക്ക് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡിഗ്രി മെഷർ, സെക്കൻഡ് വൺ ഈസ് റേഡിയൻ മെഷർ. നമ്മൾ പഠിച്ചതെല്ലാം ഡിഗ്രി മെഷറാണ്. ഡിഗ്രി മെഷർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഓർമ്മ വരാൻ വേണ്ടി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് ഇനി അടുത്ത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡിഗ്രി മെഷേഴ്സിൻ്റെ എക്സാമ്പിളാണ്. നമുക്ക് 360 വരയ്ക്കണം, 180 വരയ്ക്കണം, അടുത്ത 270 വരയ്ക്കണം, അടുത്ത 400 വരയ്ക്കണം, നെക്സ്റ്റ് -30 ആൻഡ് -420. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് 360 വരയ്ക്കേണ്ടത്. 360 വരയ്ക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ ഇനിഷ്യൽ ലൈൻ. ഓക്കെ, ഈ ഇനിഷ്യൽ ലൈൻ ഓക്കെ, ഇതാണ് എൻ്റെ ഇനിഷ്യൽ ലൈൻ. ഇതെന്താണ്? ഇത് 90 ആണോ? ഇത് വീണ്ടും ഒരു 90 എന്തായിട്ട് മാറി? 180 ആയിട്ട് മാറി. ഇത് അടുത്തൊരു അഗെയിൻ 90 എന്തായിട്ട് മാറി? 270 ആയി. വീണ്ടും 90 എന്തായി? 360 ആയി. അതായത് ഇതാണ് നമ്മൾ 360 എന്ന് പറയുന്നത് സെയിം ലൈൻ തന്നെയാണ്. അതായത് ലൈൻ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റാണ് എൻ്റെ 0. അവിടെ നിന്ന് എത്ര ഡിഗ്രി? 90 ഡിഗ്രി റൊട്ടേറ്റ്. ഇതാണ് 90. ഇതെന്തായി? 180 ആയി. ഇതെന്തായി? 270 ആയി. ഇത് അഗെയിൻ എന്തായി? 360 ആയി. ഇതാണ് നമ്മുടെ 360. അതായത് ഈ ലൈൻ തന്നെയാണ്. ആണ് 360. അടുത്ത് നമുക്ക് 180 വരയ്ക്കേണ്ടത്. എഗെയിൻ ഞാൻ എന്ത് ചെയ്തു? ലൈൻ വരച്ചു. ഇത് ഞാൻ പേര് കൊടുത്തു എ. ഈ ലൈൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു 90, ഇത് +90 എന്തായി? 180 ആയി. അതായത് ലൈൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അടുത്ത വരയ്ക്കേണ്ടത് 270. ഞാൻ ലൈൻ എടുത്തു. OP ഇത് 0, ഇത് 90, 180 +90 എന്തായി? 270. അതായത് പെർപെൻഡിക്കുലർ താഴോട്ട്. ഇതാണ് 270. അടുത്തത് നമുക്ക് വരയ്ക്കേണ്ടത് 400 ആണ് വരയ്ക്കേണ്ടത്.
ഇനിഷ്യൽ ലൈൻ എടുത്തു, ഒ എ. ഇതിപ്പോൾ എന്താണ്? 0. ഇത് 90, ഇത് 180, ഇത് വീണ്ടും 90, 270, ദെൻ 90, 360. ഇവിടെ എത്തിയപ്പോൾ എന്തായി? 360 ആയി. ഇതിൻ്റെ കൂടെ എന്തും കൂടെ വരണം? 40 കൂടെ വരണം. 360 + 40 ആണ് എന്ത്? 400. അതായത് ഇവിടെ നിന്നൊരു 40 ഡിഗ്രി, അത് കറക്റ്റ് നിങ്ങൾ അളന്ന് വരയ്ക്കണം. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കറങ്ങി എവിടെ എത്തി? ഇവിടെ 40. ഇതാണ് എന്ത്? 400. സംശയമുണ്ടോ? ഇതാണ് നമുക്ക്, ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അടുത്ത് നമുക്ക് വരയ്ക്കേണ്ടത് -30 ആണ്. നമുക്ക് നോക്കാം. -30 ഓ എക്സ്. നമ്മൾ പറഞ്ഞു മൈനസ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് റൊട്ടേഷൻ ക്ലോക്ക് വൈസ്, അല്ലെങ്കിൽ റൊട്ടേഷൻ ഇങ്ങോട്ട് താഴോട്ടാണ്. അതായത് താഴോട്ടേക്ക് എത്രയാണ് 30 ഡിഗ്രി. അതാണ് -30. 30 നിങ്ങൾ അളന്ന് വരയ്ക്കണം, അല്ലാതെ ഇങ്ങനെ റഫായിട്ട് ഇങ്ങനെ വരയ്ക്കരുത്. വൈ ഇതാണ് എന്ത്? ഇത് 30 ഡിഗ്രി. അതാണ് -30. അടുത്ത് നമുക്ക് വരയ്ക്കേണ്ടത് -420 ആണ് വരയ്ക്കേണ്ടത്. -420 വരയ്ക്കാൻ വേണ്ടി എന്താ? ഇവിടെ ഒ പി, ഇത് 0, ഇത് മൈനസ് ആയതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ഇങ്ങോട്ട്. -90, -180, -270, -360. ഇവിടെ എത്തിയപ്പോൾ എന്താ? -360 ആയി. നമുക്ക് വരേണ്ടത് -420 ആണ്. അത് നമുക്ക് എന്താ? 420 - 360 60. ഇനി ഒരു -60 കൂടെ വേണം. -60 എങ്ങോട്ട് വരണം? താഴേക്ക് വരണം. ഇതാണ് എന്ത്? -420. -420. സംശയമുണ്ടോ? എളുപ്പമാണ്. നിങ്ങളിത് വരയ്ക്കുമ്പം പൊട്ടാക്ടർ വെച്ച് നന്നായിട്ട് വരയ്ക്കുക. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളും കൂടെ ചെയ്ത് നോക്കുക. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഫസ്റ്റ് -90, -180, -135, -400, -420, -200. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് നോക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇടുക. അതും കൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം.